ADGP അജിത് കുമാറിന് തൽക്കാലം സ്ഥാനചലനമില്ല. അതിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും രേഖപ്പെടുത്തുന്നുണ്ട്. എന്നോടൊപ്പമുള്ളത് കെ ഇസ്മായിലാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ഇപ്പോൾ അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടി വേണ്ട എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്ഥാനമാറ്റമില്ല എന്നുള്ളതാണ് ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇന്നലെ ക്യാബിനറ്റും അത് കഴിഞ്ഞതിന് ശേഷം LDFും കൂടുന്നുണ്ട് എന്ന വാർത്തയുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇന്നലെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കേരള സമൂഹവും പ്രതീക്ഷിച്ചത് മിക്കവാറും അത് തന്നെയായിരുന്നു. എന്നാൽ അവസാനം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ്. സത്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് നടപടിയെടുത്താൽ മതി, അതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് വഹിക്കുന്ന ചുമതല അത് ഈ കേരളത്തിലെ ഏറ്റവും സമുന്നതമായ ഒരു പോലീസിൻ്റെ ചുമതലയാണ്. ആ ചുമതലയിൽ നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു അന്വേഷണത്തിന് ഔചിത്യമില്ല എന്നാണ് പൊതുവെയുള്ള ധാരണ. ഇത് പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്നൊരു വിഷയമല്ല. ഇത് പ്രതിപക്ഷങ്ങൾ മുഴുവൻ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണകക്ഷിയിലെ മിക്കവാറും CPM ഒഴിച്ചുള്ള എല്ലാ കക്ഷികളും ഉന്നയിക്കുന്നുണ്ട്. CPMനകത്തെ വലിയൊരു വിഭാഗത്തിൻ്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കുന്ന കുറേ ആരോപണങ്ങൾ, അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ. RSS എന്ന് പറയുന്നത് അവരുടെ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് RSSൻ്റെ ഭരണഘടനയിൽ പറയുന്ന മുഖ്യമായ ലക്ഷ്യം. ഇവിടെ ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ RSSൻ്റെ സമുന്നതനായ ഒരു നേതാവുമായി പോയി കൂടിക്കാഴ്ച നടത്തി എന്നതിൽ ഒരു ഗൗരവവും കാണുന്നില്ല എന്നത് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടിയോ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയോ മാത്രമേ അത്തരമൊരു സാഹചര്യത്തിൽ പോകാൻ പാടുള്ളൂ. വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിൽ പോലും, സുഹൃത്താണ്, വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങി അറിവോടുകൂടിയേ പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ പല സംശയങ്ങൾക്ക് ഇടവരും. ഇപ്പം അത്തരം സംശയങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അറിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടായിരിക്കും ഈ കൂടിക്കാഴ്ച? അങ്ങനെ അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കണ്ടു എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൻ്റെ അറിവോടുകൂടിയാണ്, ഞങ്ങളുടെ അറിവോടുകൂടിയാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിലെന്തൊക്കെ ദുരൂഹതയുണ്ട് എന്ന ജനങ്ങൾ സംശയിക്കുന്നതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതാണ് അതെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ ചുമതലയിൽ നിന്ന് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഒരു അച്ചടക്ക നടപടിയല്ല. സാധാരണ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. VI പാർട്ടി തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു. ആ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചിട്ട് LDFിൽ ഇന്നലെ ആ വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് കക്ഷികളും അത് ശക്തിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അങ്ങനെ ഒരു തീരുമാനം വന്നില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അതിലൊരു റിപ്പോർട്ട് വരട്ടെ എന്നൊരു നിലപാടെടുത്തപ്പോൾ, ഒരു മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹിച്ച് പിരിയാനുള്ളതല്ലല്ലോ. പരസ്പരം ആശയവിനിമയം നടത്തുകയും യോജിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ അഭിപ്രായത്തെ CPM മുഖവിലേക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ CPIയുടെ അഭിപ്രായത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതല്ല. കാരണം ഭൂരിപക്ഷം അംഗങ്ങളോ അല്ലെങ്കിൽ മറ്റു മുന്നണികളൊക്കെ ഇത് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താവുന്ന ഒരു കാര്യമല്ല. മുഖവിലേക്ക് എടുക്കാത്തതിൻ്റെ പ്രശ്നമില്ല. പക്ഷേ അതിലൊരു ഔചിത്യമുള്ളത് ഈ അജിത് കുമാറിനെ ഇപ്പോൾ നിർവഹിക്കുന്ന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി. അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വിരോധമില്ല. പക്ഷേ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഗൗരവതരമായി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ തന്നെ അത് ആവശ്യമാണ്. അത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. അത് ചെയ്യാത്തത് LDFും ഗവൺമെൻറ്റും ചെയ്ത കുറ്റകരമായ ഒരു അനാസ്ഥയായിട്ട് തന്നെയാണ് എനിക്ക്. മുഖ്യമന്ത്രിയുടെ പിടിവാശിയൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ? വാശിയൊന്നുമല്ല. മറ്റൊന്ന്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പ്രകടമായ ഒരു ആക്ഷേപം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് BJP ജയിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കുന്നതിന് പരിശ്രമിച്ചു. അൻവർ പറയുന്നുണ്ട്, തൃശ്ശൂരിലെ CPI ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഏകകണ്ഠമായിട്ട് അഭിപ്രായത്തിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ CPIയുടെ പ്രതിനിധിയായി LDFിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച സുനിൽകുമാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് മുകളിലേക്ക് എടുക്കേണ്ടതുണ്ട്. താൻ ഇരയായി എന്നാണ് പറഞ്ഞത്. അതെ, അങ്ങനെ തൃശ്ശൂർ പൂരം കലക്കുകയും ആ കലക്കുന്നതിലൂടെ ഹിന്ദു വർഗീയവാദികൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും പങ്ക് ഈ അജിത് കുമാർ വഹിച്ചിട്ടുണ്ടോ? അതും പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ പരിശോധനകളും കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഇദ്ദേഹം ഇതേ സ്ഥാനത്ത് തുടരുക എന്നുള്ളത്
ഒരു ഉചിതമായ കാര്യമല്ല. സ്വാഭാവികമായിട്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാകുമ്പോൾ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനൊക്കെ ഒരു പക്ഷേ കഴിഞ്ഞു. ആ പോസ്റ്റ് എന്തായാലും പാടില്ല. ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഇരുന്നു കൊണ്ട് ഈ അന്വേഷണ നടപടികളിൽ നടത്തിക്കൂടാ, അതെന്നെങ്കിലും മാറ്റി നിർത്തേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇന്നലെ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. ചെയ്യാത്തത് വളരെ ഖേദകരമായി. ഇപ്പോഴും അതായത് CPM അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഒരു വിഭാഗം CPM ഒരു വിഭാഗം അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നില തുടരുകയാണല്ലോ. അപ്പോൾ അതൊരു പക്ഷേ ഈ ഒരു കാഴ്ചകളൊന്നും അത്ര നിഷ്കളങ്കമല്ല എന്നുള്ള സൂചനയാണോ തരുന്നത്? അല്ല, അതൊന്നും ഞാൻ എഴുതാപ്പുറമൊന്നും വായിക്കുന്നില്ല. ഇപ്പം പൊതുജനങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ ആയിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ചൊരു ആരോപണം മാത്രമല്ല ഇത്, ഭരണകക്ഷികൾ തന്നെ ഉന്നയിക്കുന്നു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് സംശയിക്കാൻ ഇട നൽകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സംശുദ്ധമാണ് കേരളത്തിലെ ഭരണം എന്ന് ബോധ്യപ്പെടുത്താൻ, ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനെങ്കിലും നീതിപൂർവമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുകയും അതുവരെ ആ സ്ഥാനത്ത് മാറ്റി വേറെ ഒരു ചുമതല കൊടുക്കാവുന്നതുമാണ്. അത് ചെയ്യേണ്ടതായിരുന്നു എന്ന ഒരു ശക്തമായ അഭിപ്രായം എനിക്ക് ആ കാര്യത്തിലുണ്ട്. ബിനോയ് വിശ്വം അതോടൊപ്പം തന്നെ രാജ അടക്കമുള്ളവർ ഈ ഒരു അഭിപ്രായം തന്നെ പറഞ്ഞോളൂ, മാറ്റണമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും കേൾക്കുന്നില്ല. അതൊരു പ്രശ്നം തന്നെയല്ലേ? അല്ല, ഇതിൽ ഉചിതമായ നടപടിയെടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. നടപടി എപ്പോഴെങ്കിലും എടുത്താൽ പോരാ, സന്ദർഭോചിതമായിട്ടുള്ള നടപടി എടുക്കണം. ഇപ്പോഴാണ് ആ ഇഷ്യൂ ഉന്നയിച്ച് സജീവമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോഴാണ് നടപടിയല്ല, നടപടിക്ക് മുമ്പോൽപരമായി അതിന് മുമ്പ് നടത്തേണ്ട ചില പ്രവർത്തനങ്ങൾ അതെങ്കിലും ഇതിൽ ചെയ്യേണ്ടതായിരുന്നു. എന്നാലേ അന്വേഷണം ഉണ്ടെന്നും അതിൻ്റെ പേരിലൊരു നടപടി വരുമെന്നും പിന്നീട് നമുക്ക് പറയാൻ തന്നെ കഴിയുള്ളൂ. ഇപ്പോൾ ഈ അജിത് കുമാറിനെ സംരക്ഷിക്കാനോ അജിത് കുമാറിനെ കേസ് നീട്ടിക്കൊണ്ടു പോകാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സംശയം ഉണ്ടായാൽ അത് അവർ പറയുന്നത് തെറ്റാണ് എന്ന് നിഷേധിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ. അതാണ്. ഏതായാലും അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഉള്ള ഒരു അന്വേഷണമാണ് KE ഇസ്മായിലും ആവശ്യപ്പെടുന്നത്. മൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.